ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇസ്രായേലിലേക്ക് കടന്നു വന്നിരിക്കുന്ന മലയാളികളായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് വേണ്ടിയാണ്. മലയാളികളെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. കാരണം മലയാളികൾ മാത്രമല്ല എല്ലാ മേഖലയിലേക്കും വരുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ കവലോവതിലെ ലോയറുമായിട്ട് FBയിൽ ഒരു ലൈവ് വന്നിരുന്നു. അത് ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ആ ലൈവ് കണ്ട കുറച്ചു പേരൊക്കെ പറഞ്ഞു, അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും മലയാളത്തിൽ കൂടി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് 1-2 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. നമ്മൾ എപ്പോഴും എന്താ പറയുക, കെയർ ഗിവേഴ്സിനെ മാത്രമല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് നിയമസഹായം വേണമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സോഷ്യൽ വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ ആരുടെയും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ ഇസ്രായേലിലേക്ക് ആൾക്കാരെ ഇറക്കുന്ന സബ് ഏജന്റോ ഒന്നും അല്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം വേറെ ആരും ഇടപെടാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഇറക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാരോ കമ്പനിക്കാരോ അങ്ങനെയുള്ളവരൊന്നും സഹായിക്കാത്ത ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ലൈവ് വരാനുള്ള കാരണമെന്ന് പറയുന്നത്, എന്നെ അധികം കൺസ്ട്രക്ഷനിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചിട്ടില്ല. 1, 2, 3 പേരെ അധികം വിളിച്ചിട്ടുള്ളൂ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഒത്തിരി പേര് കവലോവതിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പലരും ഭാഷ അറിയത്തില്ലാത്തവരാണ്. അവർക്ക് എൻ്റെ സഹായം ആവശ്യമായി വന്നു. തർജ്ജമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആവശ്യമായി വന്നപ്പോൾ അവർ തന്നെയാണ് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത്, നീ കെയർ ഗിവേഴ്സിനും അഗ്രികൾച്ചറിലും ഉള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടി ഒരു വീഡിയോ ചെയ്യുകയും ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുകയും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് പേര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭാഷയുടെ പ്രശ്നമുണ്ട് അന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ഫോണിൽ പലരെയും സഹായിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അവർ ലൈവ് വന്നത്. ലൈവ് വന്നപ്പോഴാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറയാം. മെയിനായിട്ട് നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ശമ്പളം നിങ്ങൾക്ക് കെയർ ഗിവേഴ്സിന്റെ പോലെ ഒരു ഗ്ലോബൽ സാലറി അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ അവർലി ബേസ്ഡ് വർക്കേഴ്സ് ആണ്. എത്ര മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്നോ അത്രയും മണിക്കൂർ വെച്ചിട്ടുള്ള ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതിപ്പോൾ ആഴ്ചയിൽ എത്ര ദിവസമാണ് നിങ്ങൾക്ക് ജോലിയുള്ളത്, സാറ്റർഡേ ഇൻക്ലൂഡിങ് സാറ്റർഡേ ആണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, സാറ്റർഡേ ആണെങ്കിൽ അതിനെത്ര, അങ്ങനെയൊക്കെയുള്ള അവർലി ഒരു കണക്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് പേ സ്ലിപ്പ് കിട്ടിയിരിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി ചാർട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ഈവൻ നിങ്ങൾ കാർഡ് പഞ്ച് ചെയ്തിട്ട് കയറുന്നവരാണെങ്കിലും മുതലാളി അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി എഴുതി സൂക്ഷിക്കുന്നവരാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വർക്ക് ചാർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. എത്ര ദിവസം വർക്ക് ചെയ്യുന്നു, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ആഴ്ചയിൽ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു, ഓരോ ആഴ്ചയും ആകുമ്പോൾ എത്ര മണിക്കൂറായി എന്നുള്ള ഒരു ചാർട്ട് മാസാവസാനം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കാണണം. എന്നിട്ട് ആ ചാർട്ടിനനുസരിച്ചുള്ള ഒരു ശമ്പളം നിങ്ങളുടെ പേ സ്ലിപ്പിൽ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതായത് ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു മാസം ജോലി ചെയ്യേണ്ട മണിക്കൂർ എന്ന് പറയുന്നത് 236 മണിക്കൂർ. ആ 236 മണിക്കൂറിൽ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടാവാം, അത് എല്ലാം എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഒരു ദിവസം 8 മണിക്കൂറും ആ 8 മണിക്കൂറിന് ശേഷം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഓവർ ടൈം, അങ്ങനെ കണക്ക് കൂട്ടിയാണ് 236 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിരിക്കണം. അതായത് 236-നുള്ള ശമ്പളം എങ്കിലും നിങ്ങൾക്ക് മിനിമം കിട്ടിയിരിക്കണം. ഇതിനിടയിൽ ഏതെങ്കിലും ദിവസം നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾ ജോലിയില്ലാതെ ഇരിക്കുകയോ റൂമിൽ വെറുതെ ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മുടെ കുഴപ്പമല്ല. ആ കമ്പനി ആ ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് പേ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ബേസിക് സാലറിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസിനായിട്ടും ഇലക്ട്രിസിറ്റി, വാട്ടർ അങ്ങനെയുള്ളതിനെല്ലാം കട്ട് ചെയ്യാനുള്ള അനുവാദം എംപ്ലോയർക്കുണ്ട്. അതിനകത്ത് ഫുഡ് വരത്തില്ല. ഫുഡ് ഒന്നില്ലെങ്കിൽ എംപ്ലോയർ വാങ്ങി തരികയാണെങ്കിൽ അതിനുള്ള പൈസ അവർക്ക് വേറെ കട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം എക്സ്പെൻസ് ആയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കണം. ഇലക്ട്രിസിറ്റി, വാട്ടർ, ലിവിങ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ കട്ടിംഗ് ഉണ്ട്. അതുകൂടാതെ ടാക്സ് കട്ടിംഗ് ഉണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ള ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേ സ്ലിപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളത്. ഈ 236 മണിക്കൂറിനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള നിയമസഹായം തരാനായിട്ട് കവലോവതി റെഡിയാണ്. കാരണം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും പുതിയതായിട്ടാണ് ഒരു യൂണിറ്റ് ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യരുത്, നിങ്ങൾ മെസ്സേജ് അയച്ചിടുക. 2 പേരാണ് ഈ വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് അവിടുത്തെ ഈ വാട്സപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള ഒരാളും പിന്നെ എലാദ് എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. ആദ്യം ഈ സോഷ്യൽ വർക്കറിന്റെ കയ്യിലേക്ക് ഈ നിങ്ങളുടെ കംപ്ലൈന്റ് വരും. അത് അവിടുന്ന് നിയമസഹായം വേണ്ട കാര്യമാണെങ്കിൽ
അവിടുത്തെ വക്കീലിൻ്റെ അടുത്തേക്ക് വരികയും അവർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്കുള്ള നിയമസഹായങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഭാഷാ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് അയക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം പോലെ സഹായിക്കാം. എപ്പോഴും ഞാൻ ഫോണിൽ അവൈലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. സമയം പോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളെ വേണ്ട. ഇപ്പം ഞങ്ങൾക്ക് കെയർ ഗിവേഴ്സിനൊക്കെ ഒരു എംപ്ലോയർ ആണ്, ഒരു എംപ്ലോയർ ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങളുടെ എംപ്ലോയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാൻ പവർ ഏജൻസിയാണ് നിങ്ങളുടെ എംപ്ലോയർ. ഇപ്പൊ പലർക്കും നിങ്ങളുടെ ഏജൻസി ഏതാണെന്ന് അറിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഏജൻസികൾ, ഏജന്റുമാർ, അവരോട് നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് ഏജൻസിയിലാണോ ബിലോങ്സ് ടു, ഏത് ഏജൻസിയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് ആ ഏജൻസിയുടെ പേരും അവിടുത്തെ ഫോൺ നമ്പറും നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ 200 കമ്പനികളാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളുള്ളത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ എടുക്കാനായിട്ട്. അങ്ങനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനായിട്ടുള്ള ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനുള്ള ലിസ്റ്റ് 200 കമ്പനികളുണ്ട്. അതിനകത്ത് അവരുടെ ഫോൺ നമ്പർ അടക്കമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ജോലി തേടി പിടിക്കണമെങ്കിൽ അതിനകത്തുള്ള കമ്പനികളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സമയമെടുക്കും, ഇരുന്ന് ക്ഷമ വേണം. വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയമേ നിങ്ങൾക്ക് ജോലി കണ്ടെത്താം. എന്നാൽ തീർച്ചയായിട്ടും അത് കമ്പനിയെ അറിയിച്ചിട്ട് മാത്രമേ നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഓണറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല, നമുക്കൊരു മാൻ പവർ ഏജൻസി കൂടിയുണ്ട്. ഏജൻസിനെയും ഈ കമ്പനിയുടെ ഉടമേനെയും അറിയിച്ചതിന് ശേഷം, ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോലി മാറിപ്പോകാവുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആരെങ്കിലും വഴിയോ ഏതെങ്കിലും കമ്പനി വഴിയോ എവിടെയെങ്കിലും ജോലി ഉണ്ടോ എന്നറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാറാം. ഇനി ഒരു വർഷത്തില് ഏതൊക്കെ മാസമാണ് ജോലി മാറാനായിട്ട് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി മാസം, ഏപ്രിൽ മാസം, ജൂലൈ മാസം, ഒക്ടോബർ മാസം. ഈ 4 മാസങ്ങളിലാണ് ജോലി മാറാനായിട്ട് കുറച്ചുകൂടി അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ജനുവരി ടു ജനുവരി എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ ബിഗിനിങ് ടു എൻഡ് ആയിട്ടുള്ള ഒരു വർഷമായിട്ട് വരും. ഏപ്രിൽ എന്ന് പറയുന്നത് ഇവിടെ സാലറി ഇൻക്രിമെന്റ് വരുന്ന ഒരു മാസമായതുകൊണ്ട് ആ ഏപ്രിൽ ടു ഏപ്രിൽ എന്നുള്ള അടുത്ത ഒരു വർഷത്തിലേക്കാണ് അടുത്ത ഒരു എന്താ പറയുക അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാസം. പിന്നെ ജൂലൈ. ഈ ജൂലൈ എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്മർ ആവുന്ന സമയമാണ്. അപ്പൊ നമ്മളുടെ ഈ 5 റെക്കുപ്പറേഷൻ പൈസയൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന, അതൊക്കെ കൊടുക്കുന്നത് ഈ സമ്മറിലാണ്. ഓക്കെ. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക്, കൺസ്ട്രക്ഷനിലുള്ളവർക്കൊക്കെ ആ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നത് സമ്മറിലാണ്. അപ്പൊ ആ ഒരു സമ്മർ ടു സമ്മർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ പൈസ ഒരുമിച്ച് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ജൂലൈ മാസം. പിന്നെ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു മാസത്തിന്റെ എൻഡായി. അപ്പോൾ നവംബർ ഡിസംബർ വിട്ടാൽ ഒക്ടോബർ ടു ഒക്ടോബർ ആകുമ്പോൾ വേറെ ഒരു വർഷത്തിൽ, അങ്ങനെ ഈ ഒരു 4 മാസമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി മാറണമെങ്കിൽ. ഇനി നിങ്ങളുടെ ജോലി അത്രയ്ക്കും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കണം. ഓക്കെ. നോട്ടീസ് പീരീഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിയമപരമായിട്ട് ജോലി മാറാനുള്ള അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അറിയിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അബ്സ്കൗണ്ടഡ് എന്ന് അവർ കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങൾക്കത് പ്രോബ്ലം ആണ്. അടുത്ത ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ജോലിക്കായിട്ട് പോകാനായിട്ട്. അപ്പൊ എപ്പോഴും മാൻ പവർ ഏജൻസിനെ നിങ്ങൾ നിൽക്കുന്ന ഓണറിന്റെ ആ കമ്പനി ഏത് കമ്പനിയിലാണോ അവരെയും അറിയിച്ചതിന് ശേഷം മാത്രമേ മാറാവുള്ളൂ. ഒരിക്കലും നിങ്ങളെ ആർക്കും ഡീപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. ഇവിടുത്തെ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിക്ക് മാത്രമേ നിങ്ങളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം ഉള്ളൂ. ഡീപ്പോർട്ട് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായ കാരണത്തിന് ഡീപ്പോർട്ട് ചെയ്യില്ല. എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റോബ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇപ്പം നമ്മൾ മാറിപ്പോകുമ്പം നിങ്ങൾക്ക് ധരിക്കാനായിട്ട് തരുന്ന ഇക്വിപ്മെന്റ്സ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, ഹെൽമെറ്റ്, ബെൽറ്റ്, ഗ്ലാസസ്, അങ്ങനെയുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഇക്വിപ്മെന്റ്സ് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാത്രമേ ജോലി മാറാവുള്ളൂ. അല്ലെങ്കിൽ അവർ കംപ്ലൈന്റ് കൊടുത്താൽ അത് റോബിംഗ് എന്നുള്ള രീതിയിൽ, അതായത് കട്ടെടുത്തു എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്, എന്തെങ്കിലും നിങ്ങൾ ജോലി സ്ഥലത്ത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു, ഓവർ ആൽക്കഹോളിസം, അത് പ്രത്യേകം അവരെടുത്ത് പറഞ്ഞു, ഓവർ ആൽക്കഹോളിസം, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ പിടിക്കപ്പെടുകയോ അതല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്ന മേഖലയിലല്ലാതെ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഇമിഗ്രേഷൻ ക്യാച്ച് ചെയ്യുകയോ ചെയ്താൽ ഉറപ്പായിട്ടും PO നിങ്ങളെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം അവർക്കുണ്ട്. അങ്ങനെ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഏത് മേഖലയിൽ വരുന്നോ അവിടെ മാത്രമേ നമ്മൾ ജോലി ചെയ്യാൻ പാടുള്ളൂ. ഇനി
നിങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നിരിക്കുന്നവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് മാറി എല്ലാവരും ഇപ്പോൾ പോകുന്നത് റെഫ്യൂജി വിസയിലേക്ക് പോയി അപേക്ഷിക്കുന്നുണ്ട്. വൺസ് നിങ്ങൾ റെഫ്യൂജി വിസയ്ക്ക് അപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷനിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. അത് പ്രത്യേകം ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്ക് ആ ലൈവ് ഇരുന്ന് കേട്ടാൽ മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ വക്കീൽ തന്നെ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നിരിക്കുന്നവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യണം. നിങ്ങൾക്കൊരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് കയറാൻ ഞങ്ങളെയൊക്കെ പോലെ തന്നെ 90 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. ആ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടുത്ത ഒരു ജോലിക്ക് കയറി ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലീഗലായി തുടരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നതായി പീബയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പീബ അവരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം പീബയ്ക്കുണ്ട്. ഓക്കെ, അതാണ് ജോലി മാറുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങളായിരിക്കുന്ന ഏജൻസിക്കോ നിങ്ങളായിരിക്കുന്ന കമ്പനിക്കോ പുതിയ ഒരു ജോലി തരാൻ അവരുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താനും അതേപോലെ തന്നെ നിങ്ങളുടെ ശമ്പളം പിടിച്ചു വെക്കുക, നിങ്ങളെ മാനസികമായിട്ട് ഉപദ്രവിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഒരു കംപ്ലൈന്റ് സെല്ല് മാത്രമല്ല ജോലിക്ക് വേണ്ടിയിട്ടുള്ള സഹായവും രണ്ടും കിട്ടാനായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷന്റെ പേരാണ് സിമി. സിമി എന്ന് പറയുന്ന ഒരാളല്ല, നമ്മുടെ നാട്ടിലെ ഒരു കോമൺ പേരായതുകൊണ്ട് തന്നെ പലരും അത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. സെമി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പീബയുമായിട്ട്, പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുമായിട്ട് ഡയറക്റ്റ് കോൺട്രാക്ട് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. കവ്ലോ ഒവേദിന് പീബയുമായി ഡയറക്റ്റ് കോൺട്രാക്ട് ഇല്ല. നമുക്ക് വേണ്ടി നിയമസഹായത്തിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ, അവർക്ക് ഡയറക്റ്റ് കോൺട്രാക്ട് ഇല്ല. പക്ഷെ സിമി എന്ന് പറയുന്നത്, സിമിക്ക് നമ്മളെ നിയമപരമായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്, പീബയുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, നമുക്ക് വേണ്ടി ജോലി കണ്ടെത്താനും സിമിക്ക് പറ്റും. പക്ഷെ കവ്ലോ ഒവേദിന് നമുക്ക് വേണ്ടി പകരം ജോലി കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കവ്ലോ ഒവേദിനെ സമീപിക്കാം. പക്ഷെ ജോലി പുതിയത് കണ്ടെത്തുക അങ്ങനെയുള്ള സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിമി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്യാം. അതിനൊരു ഹോട്ട് സെൽ ഉണ്ട്. അതിന്റെ നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം, എന്നാലും ഞാനൊന്ന് വായിക്കാം. 1707707889. ഇതാണ് നമ്പർ. ഇതൊരു നമ്മുടെ എന്താ പറയുക സർവീസ് സെന്ററിലേക്കാണ് ഈ കോള് ചെല്ലുന്നത്. അവിടുന്ന് നമ്മൾ 5 എന്ന എക്സ്റ്റൻഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ഹിന്ദി ലാംഗ്വേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ നിലവിലുള്ളൂ, മലയാളത്തിൽ അവിടെ തർജ്ജമയില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദിയിൽ നമുക്കിവിടെ ട്രാൻസ്ലേഷൻ കിട്ടും. ഇനി ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ വിളിക്കേണ്ട ദിവസം തിങ്കളാഴ്ച ദിവസം 2 മണി തൊട്ട് 6 മണി വരെ, വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 6 മണി വരെ. ബുധനാഴ്ച ദിവസം 10:15 തൊട്ട് 2:15 വരെ. ഈ സമയത്താണ് നിങ്ങൾ വിളിക്കേണ്ടത്. തിങ്കളാഴ്ച 2 മണി തൊട്ട് 6 മണി വരെയും ബുധനാഴ്ച 10:15 തൊട്ട് 2:15 വരെയുള്ള സമയത്തും. നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ കോള് ബിസി ആയിരിക്കും, ക്ഷമ വേണം. 2-3 പ്രാവശ്യം വിളിച്ച് നോക്കണം. ഒരു ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും വിളിക്കണം. മോസ്റ്റ്ലി ടൈമിലും അവർ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. കാരണം അതിനുവേണ്ടി തന്നെ പ്രത്യേകം ആൾക്കാരെ അവർ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ പേരും നിങ്ങളിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരും നിങ്ങളുടെ ഏജൻസിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമസഹായങ്ങൾ കിട്ടും. സിമിയെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പീബയുമായി ഡയറക്റ്റ് കോൺട്രാക്ട് ഉള്ള ഒരു അസോസിയേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, കംപ്ലൈന്റ് കൊടുത്താൽ ഞങ്ങളെ അത് ബാധിക്കുമോ എന്നാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടടുത്ത് അറിയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ട നിയമസഹായങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. വേണോ വേണ്ടയോ എന്ന് ഓർത്തിരുന്നാൽ നമുക്കിവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക. കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിലും കൊടുക്കുക തന്നെ ചെയ്യുക. കൊടുക്കണ്ട എന്നുണ്ടാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയെ എന്നാ പറയുന്നത്, ഈ അടിക്കുന്ന വഴിയെ പോയില്ലേ, പോകുന്ന വഴി അടിക്കുക എന്ന് പറയുന്ന പോലെ പോകാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 ഡിസിഷനിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ജോലിയിലെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടാത്തതിന്റെ പ്രശ്നമോ നമ്മൾക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളോ ഒരു സെല്ലിൽ അറിയിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ വേറെ ഒരു കുഴപ്പവും വരത്തില്ല. അതിന്റെ പേരിൽ നമ്മളെ ഇവിടുന്ന് ആരും ഡീപ്പോർട്ട് ചെയ്യത്തില്ല, അത് ഉറപ്പാണ്. ഇത് കേൾക്കുന്ന പലരും പറയും, ഇവള് പറയുന്നതും കേട്ടുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ ചുമ്മാ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാർ കാണുമായിരിക്കും ഇവിടെ. അത് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട നിയമസഹായങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ നിയമ സംവിധാനങ്ങൾ ഉള്ളത്. അവർ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ കിട്ടുന്ന സഹായം വേണ്ടവർ മാത്രം, ആവശ്യമുള്ളവർ മാത്രം അതിലേക്ക് പോയി നിങ്ങളുടെ നിയമസഹായങ്ങൾ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഈ സിമി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു, വിളിക്കേണ്ട സമയം പറഞ്ഞു.
ഇനി ഇതൊരു പോസ്റ്റായിട്ടും കൂടെ എഴുതി ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ അയക്കുക. ദയവ് നിങ്ങൾ വാട്സപ്പിൽ പറയുന്ന പോലെ എല്ലാവരും കൂടെ വിളിക്കരുത്. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, സമയം പോലെ മറുപടി തരാം. ഇനി മെസ്സേജിന് മറുപടി തരാൻ വൈകുമ്പോൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോവുക. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, എന്താ പറയുക യൂസ്ലെസ് ടു കോണ്ടാക്ട് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് സോറി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മളും ജോലി തിരക്കിനിടയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. സമയം കിട്ടുമ്പോൾ മാത്രമേ കോൾ എടുക്കാനും മെസ്സേജുകൾക്ക് റിപ്ലൈ തരാനും പറ്റുകയുള്ളൂ. ഞാനിത് തീർച്ചയായിട്ടും ടോട്ടലായിട്ടും ഒരു സോഷ്യൽ വർക്കായിട്ട് ചെയ്യുന്നതാണ്. ആരുടെയൊന്നും ഒന്നും ലാഭമോ അല്ലെങ്കിൽ പ്രതിഫലമോ മേടിച്ച് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ഒരു അവകാശവും കാര്യങ്ങളും ഉണ്ടല്ലോ. നമുക്ക് ഏത് സമയമാണ് അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടതെന്നുള്ളത്. പറ്റുമ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട്, പറ്റുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.